ഇന്നെൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ 5-ാം മാസം അറിയിക്കാൻ പോകുന്ന ചടങ്ങാണേ. വലിയ ചടങ്ങായിട്ടൊന്നുമില്ല. 5-ാം മാസം അഞ്ചനം പലഹാരം കൊണ്ട് അവളെ വീട്ടിൽ പോയിട്ട് പറയും, വിശേഷം ഉണ്ടെന്ന് പറയും. ഇതാണ് കേട്ടോ ചടങ്ങ്. നമ്മുടെ ഇവിടെയൊക്കെ 5-ാം മാസത്തിലാണ് അറിയിക്കാൻ പോകുന്നത്. ഈ 3-ാം മാസം അറിയിക്കാൻ പോകുന്നവരും ഉണ്ട്. പിന്നെ അധികം ഇപ്പം ഈ ചടങ്ങുകളൊന്നും ഒരിടത്തും കണ്ടു വരുന്നില്ല. പിന്നെ അനിയൻ നാട്ടിലില്ല കേട്ടോ. പിന്നെ അമ്മാമ്മ മരിച്ചിട്ടൊരു 4 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ചേച്ചിയെ കൂടെ ഇരുത്തിയിരിക്കുന്നതെന്ന്. അവിടെ അനി ഇവിടെ ഇല്ലല്ലോ. അനി ഇവിടെ ഇല്ലാത്തത് കാരണം അവിടെ ഉണ്ടായിരുന്ന മുതിർന്നവർ പറഞ്ഞിട്ടാണ് ചേച്ചിയും കൂടെ ഇരുത്തിയിട്ട് അവർക്ക് പലഹാരം കൊടുത്തത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതുപോലെയാണോ ചടങ്ങ്, അതെ അല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമൂനക്കണ്ണുമായി വന്ന് വേശു കിളിമകളെ സുഖമോ അമ്മ കിളി തൻ കുശലം തേടും മഴകേ വരുന്നാവോറ് പാടാനായി ഇനി വരും വിഷുനാളി. വീട്ടിലെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവളെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വേറൊന്നുമല്ല, വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് റിലേറ്റീവ്സിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ബന്ധുക്കളെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കോമൺ ആയിട്ടാണ്. കാരണം മാമൻ്റെ മോളെയാണ് അനിയൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് പേര് അവിടെയും കുറച്ച് പേര് ഇവിടെയായിട്ടാണ് വന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവളെ വീട്ടിലേക്ക് പോകാനായിട്ടൊരു 5 മിനിറ്റ് സമയം എടുക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് പോവാം അല്ലേ. പിന്നെ നമ്മൾ പലഹാരപ്പെട്ടിയൊക്കെ എടുത്ത് അവളെ വീട്ടിലേക്ക് പോയി. പലഹാരപ്പെട്ടികളെല്ലാം കാറിൽ തന്നെയാണ് വെച്ചിരുന്നത്. അവൾക്ക് കൊടുക്കാനുള്ളത് മാത്രം നമ്മൾ വീട്ടിൽ കൊണ്ട് പോയിട്ട് ബാക്കി കാറിൽ തന്നെ വെച്ചിരുന്നു. കാരണം ഇവിടെ നിന്ന് ആകുമ്പോൾ കൊണ്ടുപോകാൻ എളുപ്പമാണല്ലോ. അങ്ങനെ ഞങ്ങൾ അവളെ വീട്ടിലെത്തിയിട്ട് പലഹാരങ്ങളൊക്കെ ഒരു പാത്രത്തിലെടുത്ത് വെച്ച് മണിക്കുട്ടിയുടെ അമ്മാമ്മയുടെ കയ്യിലാണ് കൊടുത്തത്. പിന്നെ പലഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മണിക്കുട്ടിക്ക് വിശേഷമുണ്ട്, അത് അറിയിക്കാനാണ് വന്നതെന്ന് പറഞ്ഞ് അമ്മയും കുഞ്ഞമ്മയും കൂടെ പറഞ്ഞു. അറിയിക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് നല്ല കിടിലൻ സദ്യ ഉണ്ടായിരുന്നു. കുറേ നാളായി സദ്യ കഴിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ മാറ്റി നല്ല രീതിയിൽ ആഹാരം കഴിച്ചു. പായസം ഉണ്ടായിരുന്നു, അടപ്പായസമായിരുന്നേ. നമ്മുടെ റിലേറ്റീവിൽ ഒരു ചേട്ടൻ തന്നെയാണ് പാചകമൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഏരിയയിൽ എന്താവശ്യം വരികയാണെങ്കിലും ചേട്ടൻ തന്നെയാണ് പാചകം ചെയ്യുന്നത്. ചേട്ടൻ്റെ സദ്യയൊക്കെ സൂപ്പറാണേ. ആഹാരമൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഒരാളെ കാണുന്നത്. കുറേ നാളായി. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഈ വഴിയരികിൽ നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. ജസ്റ്റ് ഞാനതൊന്ന് കഴിച്ച് നോക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞ് കഴിക്കരുത്, പാമ്പൊക്കെ മുളപ്പിച്ചിട്ടൊക്കെ നിൽക്കുന്നതായിരിക്കും, കഴിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കഴിച്ചു, നല്ല രുചിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിറങ്ങി. അവൾക്ക് കുറച്ച് പലഹാരമൊക്കെ തന്നു വിട്ടു. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളേ. ബൈ.